ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സൃഷ്ടിസ് ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 1 ഡേ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു 8 മണി സമയത്ത്, 7 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. 8 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നല്ല വിശപ്പുണ്ട്, ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം ചാലക്കുടിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചാലക്കുടി എത്തിയിട്ടുണ്ട്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു തിരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിരപ്പള്ളി ടച്ച് ചെയ്ത് ഞങ്ങൾ മലക്കപ്പാറ, വാൽപ്പാറ പോവാനാണ്. ഫുൾ ട്രാവലിംഗ് ആണിന്ന്. അപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇത് റംബൂട്ടാൻ്റെ ഒരു വിളവെടുപ്പ് ടൈമാണെന്ന് തോന്നുന്നുണ്ട്. അത് കാരണം നിറച്ച് റംബൂട്ടാനാണ്. പുറത്താണെങ്കിലും ആൾക്കാർ വിൽക്കാനും മറ്റൊക്കെ ഇട്ട് ഇഷ്ടം പോലെ റംബൂട്ടാനുണ്ട്. അപ്പോൾ അങ്ങനെയാണ്, അത് നെറ്റിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. പറിക്കാണ്ടിരിക്കാനായിരിക്കാം, അറിയില്ല. ഇതിപ്പോൾ സിൽവർ സ്റ്റോം നമ്മൾ ഇതൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണമല്ലോ നമുക്ക് അതിരപ്പള്ളിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ പോണ വഴി ഞങ്ങൾക്കൊരു കുഞ്ഞു കട കിട്ടി. വേറെ ഒരു വഴിയില്ലാത്ത കാരണം ഞങ്ങൾ ആ കടയിൽ കയറി. അപ്പോൾ പൂരി ഉണ്ടായിരുന്നു, അവിടെ പൊറോട്ടയും ബീഫും ഉണ്ടായിരുന്നു, പുട്ടും കടല അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അച്ഛനെ കൊണ്ടുവന്ന പൂരി പൊന്നൂസ് കൊടുക്കാണ്ട് പൊന്നൂസ് ഇന്ന് കഴിക്കാം കേട്ടോ. പാറക്കുട്ടിയാണെങ്കിലും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പൊന്നൂസിനാണെങ്കിൽ ഞാൻ നേരത്തോടെ ഇത്തിരി കഞ്ഞെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ നല്ല വിശന്ന്, ആളുടെ ഒരു നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. വിശന്നിട്ടാന്ന് തോന്നുന്നു. ഫുൾ ടൈം ഒരു ഉറക്കത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ഫുഡ് കൊടുത്തപ്പോൾ ആൾ ഓക്കെ ആയി. അപ്പോൾ എല്ലാവരും അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചു. ഞാൻ എന്താ പറയുക, ഒരു പൊറോട്ട ഉണ്ടോ ഗൈസ് കഴിച്ചത്. എനിക്ക് എന്തോ കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഒരു പൊറോട്ട വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ക്യാഷൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ പാറൂസ് ഇപ്പോൾ ചില്ലായിട്ടുണ്ട്. ആൾ ഓക്കെ ആയി. ഫുഡൊക്കെ കഴിച്ചു വന്നപ്പോഴൊക്കെ ആൾ ബെറ്ററായി. ആളിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്, ഉറക്കമൊക്കെ വിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഗൈസ്. കാരണം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ടുള്ളൊരു 1 ഡേ ട്രിപ്പാണ്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ 1 ഡേ ട്രിപ്പ് എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. ഹായ് ഹായ് ഹായ്. അപ്പോൾ ഗായ്സ്, നമ്മൾ കാടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കേണ്ട ഗായ്സ്. അപ്പോൾ നല്ല ഒരു വൈബ് തന്നെയായിരുന്നു. നമുക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു സംഭവമാണ് കേട്ടോ ഗായ്സ് ഈ ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ ഒരു കാടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എൻ്റെ ഈ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു കിലുക്കവും ഒരു കിണുക്കമൊക്കെ കേൾക്കാം. വേറെ ഒന്നല്ല, നമ്മുടെ പൊന്നൂസിൻ്റെ ആണ്. പൊന്നൂസും വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൊന്നൂസും നമ്മുടെ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. ഒരു കുരങ്ങനെ കണ്ടു. അങ്ങനെ ഗായ്സ്, നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ഒരു കുരങ്ങനെ കണ്ടു കേട്ടോ. കുരങ്ങനെ കണ്ടതിൻ്റെ ഒരു ചളിയാണ് ഇപ്പം നമ്മൾ കേട്ട്. നമ്മുടെ ബുദ്ധിജീവിയായി സന്തുവിൻ്റെ പക ചളിയാണ് കേട്ടോ ഗായ്സ്. വണ്ടി ഭയങ്കര സ്പീഡായിരുന്ന കാരണം ഗായ്സ് എനിക്ക് അങ്ങനെ മലക്കയറി ഇട്ട കുരങ്ങൻ്റെ ഫുൾ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എവിടേക്ക് എത്തി, എന്താണ് ഇത്, ഏത് വെള്ളച്ചാട്ടമാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഗൈസ്. കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കും, അങ്ങനെ അങ്ങോട്ട് പോകും. ബാക്കിൽ ഇങ്ങനെ വണ്ടിയുള്ള കാരണം നമുക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. അപ്പം നമ്മൾ അതിരപ്പള്ളി ഇങ്ങോട്ട് കഴിഞ്ഞ് പോരാൻ കേട്ടോ. വാഴച്ചാല അവിടെ എന്താ പറയുക, ആ ഒരു ഇത് കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. അതായത് എന്താ പറയുക, എന്തിട്ട് പറയുക, എന്തായാലും ആ ഒരു ക്രോസ് കടന്നിട്ട് വേണം ഗൈസ് ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ 6 മണിക്കുള്ളിൽ തിരിച്ചെത്തണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഇതിലെ കൂടി കടത്തി വിടില്ല, ഈ ഒരു പോസ്റ്റ് വഴി കടത്തി വിടില്ല. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്ലാൻ ചെയ്യാമല്ലോ ഗൈസ്, ഇങ്ങോട്ട് തിരിച്ച് വരണോ അല്ലെങ്കിൽ അതിലേക്കൂടി തന്നെ പോകണം. അപ്പോൾ നമ്മൾ വാഴച്ചാൽ പാലം കടന്നിട്ടാണ് ഗൈസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഇതുവരെ കണ്ട കാടുകളല്ല ഗൈസ്. ഇതിൻ്റെ ഉള്ളിലേക്ക് എന്താ പറയുക, ഒരു രസമാണ്. ഇത് കാണാൻ വേണ്ടി മാത്രമാണ് ആൾക്കാർ ഇതിലേക്കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ചോദിച്ച ടൈമിൽ അവിടുത്തെ ആ ഒരു സെക്യൂരിറ്റി, ആ ഒരു പോലീസ് എന്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞങ്ങൾ കടക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 12 മണിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അതിനോടകം തന്നെ 1000ഓളം വണ്ടികൾ കടന്നു പോയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പം തന്നെ എന്തോ ഒരു ഇത് തോന്നി, മര്യാദക്ക് കാണാൻ പറ്റും. എന്തായിരിക്കും, മൃഗങ്ങളെ കാണാനുള്ളൊരു വൈബിനാണ് നമ്മൾ ഈ റൂട്ട് പോകാൻ എല്ലാവർക്കും ഇഷ്ടം. അപ്പം എന്തെങ്കിലും കാണാൻ പറ്റുമോ ഒന്നും അറിയില്ല. അപ്പം ഞങ്ങൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജസ്റ്റ് ഒരു കട കിട്ടിയിട്ട് ഞങ്ങൾ കുറിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണതാണ് ഞങ്ങൾ ഇവിടെ. അപ്പം അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇനി ഫുഡ് എപ്പോഴാണ് കിട്ടുക, എങ്ങനെ കിട്ടാമെന്നൊന്നും അറിയില്ല. അപ്പോൾ കുറച്ച് പിള്ളേർക്ക് വേണ്ട ഫുഡൊക്കെ ഞങ്ങൾ ജസ്റ്റ് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിക്കുന്നത്.
അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ ഗൈസ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കാൻ കേട്ടോ. അപ്പോൾ എവിടേക്കാണെന്നൊന്നും അറിയില്ല, വെച്ച് പിടിക്കുകയാണ്. കാടാണ്. ഞങ്ങൾ ആന, പുലി, സിംഹം ഇതിനൊക്കെ കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ് പോയത്. ജസ്റ്റ് ഒരു ആനയെങ്കിലും കാണണ്ടേ. പക്ഷെ ആനപ്പിണ്ടം മാത്രമാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്, പ്രത്യേകിച്ച് വേറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി പോന്നപ്പോൾ ഗായ്സ് ഈ ഒരു സംഭവത്തിനെ കണ്ടിട്ട്. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കലമാനം എന്നാണ് പറഞ്ഞത്, എനിക്ക് അറിയില്ല കറക്റ്റായിട്ട്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടത് മൊത്തം ആനപ്പിണ്ടാണ്. അങ്ങനെ നമ്മളൊരു വെറൈറ്റി മാനിനെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചിങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോഴേക്കും കുറേ ആൾക്കാർ ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിട്ടിരിക്കണം കണ്ടു. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ പുറകെ വരുന്ന വണ്ടിക്കാർ ആരെങ്കിലും വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്തും. അതാണല്ലോ നമ്മുടെയൊക്കെ ഒരു പരിപാടി. അങ്ങനെ ഞങ്ങൾ നിർത്തി. അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ കാടായതുകൊണ്ട് തന്നെ നിർത്താൻ പേടിയുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾക്കൊരു സ്പോട്ട് കിട്ടി. ഞങ്ങളവിടെ നിർത്തി ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നു. നല്ല ശുദ്ധവായൊക്കെ കിട്ടാനായിട്ട് വണ്ടിയിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കായിരുന്നു. അപ്പോൾ നമുക്കൊരു രസകരമായൊരു കാഴ്ച നമുക്ക് കാണാനിടയുണ്ടായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ നിന്നിട്ട് അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്യാണ്. റിട്ടയർഡ് ലൈഫാണോ എന്ന് അറിയില്ല, അങ്ങനെ ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ അവർ ഫുൾ പാട്ടും കളിയൊക്കെ ആയിട്ട് അപ്പം ഞങ്ങളും കൂടി അതിൻ്റെ ഒപ്പം കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ചേട്ടൻ നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു ഇത് ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ ഗൈസ്. ഒട്ടും ചളിയില്ലാണ്ടായിരുന്നു അവർ അവിടെ കളിച്ചിരുന്നത്. അപ്പം ഞങ്ങളും അതിൻ്റെ ഒപ്പം ആസ്വദിച്ചിട്ട് തന്നെ ഞങ്ങൾ പോകുന്നത്. അതിന് പോകുന്നേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കൊരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്ത് ഈ ഒരു ഹോട്ടൽ തന്നെ ഉള്ളൂ. ഒരുവിധ ആൾക്കാരും ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ മലക്കപ്പാറ അവിടെ ആണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നെയാണ് ഈ ഒരു ബിസ്മി എന്ന് പേരുള്ളൊരു ഹോട്ടലുള്ളത്. അപ്പോൾ നമുക്ക് വേറെ നിവർത്തിയില്ല, അവിടെ നിന്ന് കഴിക്കേണ്ടത് നിവർത്തിയില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ അവിടെ നെയ്ച്ചോറും ചിക്കൻ കറിയും ബീഫ് അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഊണാണെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. പിന്നെ ഓൾറെഡി നല്ല തിരക്കുള്ള ദിവസമാണല്ലോ ഇന്ന് ഞായറാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ അവർ നെയ്ച്ചോറും ചിക്കനും കഴിച്ചു. അപ്പോൾ കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും കഴിച്ചു. ഞങ്ങൾ പിന്നെ കഴിച്ചത് നെയ്ച്ചോറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ചിക്കൻ കറിയും വാങ്ങിച്ചു, പിന്നെ മീൻ വറുത്തത് ഉണ്ടായിരുന്നു. നല്ല മീൻ വറുത്തതായിരുന്നു കേട്ടോ. കാരണം അവിടുത്തെ ഡാമിൽ നിന്ന് തന്നെ അവർ പിടിച്ചിട്ട് ഫ്രൈ ചെയ്യണ ഒരു സംഭവമാണ്. അപ്പോൾ നല്ല ഫ്രഷ് മീനായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഗായ്സ്, പുറത്ത് നിൽക്കണം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞതോടുകൂടി മഴ പെയ്തു. അതുവരെ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു മഴ തന്നെയാണ് കിട്ടിയത് ഞങ്ങൾക്ക് അവിടെ.
പോകാനല്ല, പൊള്ളാച്ചിക്ക് മുന്നേറ്റ് നമുക്ക് നമ്മളെ റൂട്ട് പാലക്കാട് ടച്ച് ചെയ്തിട്ട് വേണം പോരാനായിട്ട്. അപ്പോൾ വണ്ടിയിലിരുന്ന ഗായ്സ് എനിക്ക് ഗ്യാസൊക്കെ കയറി ഛർദ്ദിക്കാനൊക്കെ വന്നിട്ട് ആകെ ബുദ്ധിമുട്ടൊക്കെ ആയി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു സ്പോട്ട് കിട്ടിയപ്പോൾ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ആണെങ്കിൽ ചായ ഇല്ല, പാൽ ചായ ഇല്ല, കട്ടൻ ചായ മാത്രമേ കൊടുക്കുള്ളൂ അത്ര. പാൽ ചായ അല്ല, പാല് കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അവർ പാല് കൊടുക്കുള്ളൂ, അല്ലാത്ത പക്ഷമൊക്കെ പാൽ ചായ അല്ല കട്ടൻ ചായ മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് ചായയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല, എനിക്കൊരു ഉപ്പ് സോഡയുടെ ആവശ്യമാണ് ഗൈസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അപ്പുറത്തൊരു കടയിൽ കയറി ഉപ്പ് സോഡയൊക്കെ കുടിച്ചൊന്ന് സെറ്റായി. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങിയ ടൈമിൽ തന്നെ ഇവിടെ പന്നികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കാട്ടുപന്നികൾ. കാണുമ്പോൾ തന്നെ പേടിയാവും, പക്ഷെ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല, കാരണം വീഡിയോസ് എടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ല. ഞാൻ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു, എനിക്കിങ്ങനെ ബുദ്ധിമുട്ടായിട്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് സെറ്റായി. അപ്പോൾ പിള്ളേരൊക്കെ നോക്കി, അപ്പോൾ ജസ്റ്റ് അവർ കളിച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പോരാൻ നിൽക്കണത്. ആ ടൈമിൽ തന്നെ ഇപ്പോൾ നല്ല ഇരുട്ടായി, 7 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫുൾ ടൈം വണ്ടിയിലിരിക്കുമ്പോൾ അതൊരു ചടപ്പാണല്ലോ ഗൈസ്. എനിക്ക് ഇങ്ങനെ എന്താ പറയുക, എല്ലാ ടൈമിലല്ല എന്നാൽ ഒരു മിക്ക ടൈമിലും എനിക്കിങ്ങനെ വണ്ടിയിൽ അധികം നേരം തലക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. ഛർദ്ദിക്കാൻ വരാം, തല കറങ്ങുക, അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് ഉണ്ടാവാറുണ്ടായിരുന്നില്ല, അന്നിപ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു സ്പോട്ട് കിട്ടിയ വെള്ളവും ചായയൊക്കെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ പിന്നീടുള്ളത് ഹെയർ പിന്നായിരുന്നു, എത്രയോ ഹെയർ പിൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ അവിടെ നിന്ന് വെള്ളം കുടിച്ചപ്പോൾ ഓക്കെ ആയെങ്കിലും പിന്നെ ഇങ്ങനെ ചുരം കറങ്ങണ കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു കണക്കിനാണ് ഹെയർ പിന്ന് താണ്ടി നമ്മൾ പാലക്കാട് ജില്ലയിലേക്ക് എത്തി, നമ്മുടെ നാട്ടിലേക്ക് എത്തി. അത് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് പോന്നിട്ട് എല്ലാവർക്കും ഓൾമോസ്റ്റ് വിശപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തൃശ്ശൂർ എത്തിയിട്ട് ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഗൈസ് വിചാരിച്ചിരുന്നത്. പക്ഷെ പിള്ളേരുടെ കാര്യം ഓർത്തിട്ടാണ് ഞങ്ങൾ പിന്നെ നല്ലൊരു കട കണ്ടപ്പോൾ കയറിയത്. അപ്പോഴേക്കും പിന്നെ ഞാൻ ഓക്കെ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവാറില്ല, വണ്ടിയിൽ കയറുമ്പോഴാണ് ബുദ്ധിമുട്ട്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഞങ്ങൾ ചോദിച്ചതൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും ഉള്ള ഫുഡൊക്കെ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രൈഡ് റൈസ്, പിന്നെ എന്താ പറയുക ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചില്ലി ചിക്കൻ ഭയങ്കര മോശമായിരുന്നു, പുളിച്ചിട്ട് വായിൽ വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും നമ്മൾ വാങ്ങിപ്പോയില്ലെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഗൈസ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആകെ ടയേർഡായി. ചേട്ടനായിരുന്നു ഇത്രയും നേരം വണ്ടി ഓടിച്ചിരുന്നപ്പോൾ പിന്നെ സന്തൂറിനോട് വണ്ടി ഓടിക്കാൻ പറഞ്ഞു. അപ്പോൾ തൃശ്ശൂർ വരെ ഓടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ തൃശ്ശൂർ എത്തിയതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഞങ്ങൾ എവിടെയാ നമ്മൾ തളിക്കുളം എത്തിയപ്പോഴാണ് ഗൈസ് ഞങ്ങൾക്ക് ബോധം വീണത്. അപ്പോൾ ഞങ്ങൾ തളിക്കുളത്തേക്കൊക്കെ എത്തുമ്പോഴേക്കും ഏകദേശം 12 മണി ആവാനായിട്ടുണ്ടായിരുന്നു. 11:45 കഴിഞ്ഞ് തളിക്കുളം സെൻറ്ററിൽ എത്തുമ്പോഴാട്ടോ. അപ്പോൾ അതുവരെ ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ടൊന്നും ഉറങ്ങിയപ്പോൾ ഒരു സുഖം കിട്ടിയതെന്ന് വെച്ചാൽ നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം ആ ഒരു ക്ഷീണം ഒന്ന് കുറഞ്ഞ ഗായ്സ് നമ്മുടെ വൺ ഡേ ട്രിപ്പിൻ്റെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.